അക്കരപ്പച്ച എന്ന് പറയുന്നൊരു സംഭവമാണ് നമ്മുടെ വിത്ത് വിതച്ച് 120 ദിവസത്തിനുള്ളിലാണ് വിളവെടുക്കുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മാർത്താസ് കോർണർ. അപ്പം നമ്മുടെ തെങ്കാശിയുടെ വിശേഷത്തിലേക്ക് നമുക്ക് കടക്കാമേ. സുന്ദര പാണ്ഡ്യത്തെ സൂര്യകാന്തി തോട്ടത്തിൽ നിന്നും നമ്മൾ നേരെ പോയത് ഇവിടേക്കാണേ. ഈ സ്ഥലം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു പാട്ടാണ്. ഏല 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 ഏലമ്മ. അയ്യോ, കൂടുതൽ പാട് ഞാൻ കൊളാക്കുന്നൊന്നും ഇല്ല. ഇപ്പം നിങ്ങൾക്ക് സ്ഥലം മനസ്സിലായി കാണുമല്ലേ? അതേ ഗൈസ്, നമ്മൾ എത്തിയിരിക്കുന്നത് അന്യൻ പാറയിലാണ്. അപ്പം നമ്മളിതേ മലയിലേക്ക് കയറുവാണ്. കിയാമയാണ് ഇവിടെ എത്തിയപ്പോൾ പിന്നെ എടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല. പുള്ളി അങ്ങ് ഓടുവാണ്. എന്നെ തീരുമെന്ന് അറിയത്തില്ല. അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ ആവേശം കണ്ടാൽ മതിയായിരുന്നു. നല്ല വെയിലാണേ. അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ മിക്കവാറും കുറച്ച് മേളിലേക്ക് കയറി കഴിയുമ്പോൾ പുള്ളി ക്ഷീണിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. നല്ല കാറ്റുണ്ട്, പക്ഷെ വെയിൽ ഒരു രക്ഷയില്ല. ഇങ്ങോട്ട് കയറിയപ്പോഴാണെങ്കിൽ രണ്ട് സൈഡിലും മൊത്തം മുൾച്ചെടിയാണേ. അപ്പം എൻ്റെ കാല പിന്നെയും കൊണ്ടു. എനിക്കെന്നറിയത്തില്ല, എവിടെ ചെന്നാലും ഈ മുള്ള എൻ്റെ പുറകെ തന്നെയാണല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും വരുമ്പോൾ ഈ മലയിലേക്ക് കയറുമ്പോഴത്തേക്ക് മുള്ളൊക്കെ ഒന്ന് സൂക്ഷിച്ചോണേ. കിയാമതി ഫോട്ടോ എടുക്കുകയാണെന്നൊക്കെയാണ് ചോദിക്കുന്നത്. സൗണ്ട് ശരിക്കും കിട്ടാഞ്ഞോണ്ട് അങ്ങ് മ്യൂട്ട് ചെയ്ത് വിട്ടതാണേ. പുള്ളിക്ക് അങ്ങ് ആവേശം, എല്ലാവരും ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. അതെല്ലാവരോടും ചോദിക്കുമോ പുള്ളി. ഇവിടെ മേളിൽ കയറി കഴിഞ്ഞപ്പോൾ ഈ വ്യൂ ഉണ്ടല്ലോ, അടിപൊളിയാണേ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഈ പുറകിൽ കാണുന്ന പാറയില്ലേ, ഈ പാറയിലാണ് അന്ന് അന്യൻ സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന സമയത്ത് നടന്മാരുടെയൊക്കെ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചത്. ഇതൊരു താമരക്കുളമായി കാണുന്നത്. ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആയിരിക്കാം ഇത് ഈ പാറ ഇത്ര ഫേമസ് ആയത്. നമ്മുടെ ഈ റൂട്ട് പോകുന്ന എല്ലാ വണ്ടികളും തന്നെ ഇവിടെ നിർത്തി ഇവിടെ കണ്ടിട്ടൊക്കെയാണ് പോകുന്നത്. നട്ടുച്ച വെയിലത്താട്ടോ നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. അതിൻ്റെ കൂടെ വിശപ്പിൻ്റെ വിളിയും ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. നമ്മളൊരു സ്പോട്ടൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് കയറുവാണേ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് മേക്കറ എന്ന വില്ലേജിലാണ്. വളരെ അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. അതേ മല നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഡാം കാണാം. എന്ത് ഭംഗിയാണ്. ഇവിടെ കുറേ ആൾക്കാർ വന്ന് എന്താ പറയുന്നത്, എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് കേരളം തന്നെ ഇങ്ങോട്ട് മാറ്റിയതുപോലാണ്. കേരളത്തിൽ നിന്നുള്ള ഒരു ഭൂരിഭാഗം ആൾക്കാർ നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം തന്നെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ്, നല്ല അടിപൊളി കാറ്റാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ശരിക്കും ഈ അക്കരപ്പച്ച എന്ന് പറയുന്നൊരു സംഭവമാണ്. നമ്മുടെ നാട്ടിൽ ഇത് കാണുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തോന്നത്തില്ല. വേറൊരു സ്ഥലത്ത് നിന്ന് കഴിയുമ്പോഴാണ് കൂടുതലും അതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് മനസ്സിലാവുന്നത്. ശരിക്കും നമ്മുടെ പാലക്കാടൊക്കെ ചെന്നൊരു പ്രതീതിയാണ് ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ. ശരിക്കും എനിക്കറിയില്ലായിരുന്നു കേട്ടോ തെങ്കാശി ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണെന്ന്. എൻ്റെ മനസ്സിലുള്ള തെങ്കാശി ഇങ്ങനൊന്നും അല്ലായിരുന്നു. കാരണം നമുക്ക് തെങ്കാശിയെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇത്രയും നല്ലൊരു സ്പോട്ടാണെന്ന് അറിയത്തില്ലായിരുന്നു. ഇനി ആരെങ്കിലും ടൂർ പോകാൻ പറ്റിയ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും തെങ്കാശി അവരോട് സജസ്റ്റ് ചെയ്യും. കാരണം അത്ര ബ്യൂട്ടിയാണ് ഈ സ്ഥലത്ത് വന്ന് നമുക്ക് വളരെ റിലാക്സ് ആയിട്ട് വളരെ എൻജോയ് ചെയ്ത് നമുക്ക് ഈ പറയുന്ന നമ്മുടെ തിക്കും തിരക്കും ഒന്നും ഇല്ലാത്ത ജീവിതം. പിന്നെ ഒരു ഗുണമുള്ളത് പല സ്ഥലങ്ങളിൽ റേഞ്ച് കിട്ടാത്തതിന് അതൊരു പ്ലസ് പോയിന്റ്. കാരണം നമുക്ക് ഈ പറഞ്ഞ ഫോണിൻ്റെതായിട്ടുള്ള ശല്യങ്ങളില്ല. വളരെയധികം നമുക്ക് എൻജോയ് ചെയ്യാം. വളരെയധികം സ്വസ്ഥവും സമാധാനവും നിറഞ്ഞൊരു എന്താ പറയുക, കുറച്ച് സമയം നമ്മൾ എത്ര നേരം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നു അത്രയും നേരം നമുക്ക് വളരെയധികം സമാധാനമായിരിക്കും. ചേട്ടാ, ഈ പ്രോസസ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ഇവിടെ ചെയ്യുന്നത്? അതായത് നമ്മൾ വിത്ത് വിതച്ച് 120 ദിവസത്തിനുള്ളിലാണ് വിളവെടുക്കുന്നത്. അതിൽ നമുക്ക് നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് കൊയ്യുമായിരുന്നു ചെയ്യുന്നത്. കൊയ്തിട്ടുള്ള പരിപാടിയായിരുന്നു. ഇപ്പോൾ മെഷീൻ വെച്ചിട്ടാണ് കൊയ്യുന്നത്. അതാണ് കൊയ്ത്ത് മെഷീൻ. അത് വെച്ചിട്ടാണ് നമ്മൾ കൊയ്യുന്നത്. അത് ചില ഏരിയയിൽ നമ്മൾ മെഷീൻ ഇറങ്ങാത്ത, വെള്ളമുള്ള ഏരിയയിൽ മെഷീൻ ഇറങ്ങത്തില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമാണ് ഇപ്പോൾ കൈകൊണ്ട് നമ്മൾ കൊയ്തെടുത്തിട്ട് ഇതേപോലെ മെതിച്ചിട്ട് നമ്മൾ നെല്ലാക്കി എടുക്കുകയാണ്. അത് ഇവർ തൂറ്റിയെടുക്കുന്നതാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മേക്കറ വില്ലേജിൽ നിന്നും ഇനി പോകുന്നത് അടവിനയനാർ ഡാമിലേക്കാണ്. ഇവിടെ അടുത്താണ് ആ ഡാം സ്ഥിതി ചെയ്യുന്നത്. എന്ത് രസമല്ലേ, ഈ റോഡിലൂടെയുള്ള ഈ ഒരു വ്യൂ അടിപൊളിയാണ്. പക്കാ ഒരു വില്ലേജ്, നല്ല ഒരു രസമാണ്. നമുക്ക് പോകുമ്പോഴായാലും നല്ലൊരു അടിപൊളി ഒരു അന്തരീക്ഷമാണ്.
ഇതാണ് അടവിനേനാർ ഡാം. ഇവിടെ നമ്മൾ അധികം ഒന്നും സ്പെൻഡ് ചെയ്തില്ല കേട്ടോ. എന്നാന്ന് വെച്ചാൽ നമുക്ക് 1-2 സ്ഥലങ്ങളും കൂടി വിസിറ്റ് ചെയ്യണം. ഓൾറെഡി നമ്മൾ ലേറ്റായി. ഇവിടെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ട്. നല്ലൊരു സ്പോട്ടാണ്. ഞങ്ങൾ കോട്ടയം. ഇതിനെത്രയാ? 20 രൂപ. ആ കഴിച്ചു നോക്കാവേ, നോക്കിട്ട് അഭിപ്രായം പറയാം കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല പൈനാപ്പിൾ ആയിരുന്നു അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഉറപ്പി പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. ഉറപ്പ് കേൾക്കുമ്പോഴേ സാധനം കൊള്ളാന്ന്. അപ്പം നമ്മളിതേ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.